ഊർമിളയുടെ കല്യാണം കഴിഞ്ഞു കുറച്ചു നാള് കഴിഞ്ഞുപോയി. കല്യാണം കഴിഞ്ഞ് അവൾ വീട്ടിൽ വന്ന മുതലേ അവൾ ആ മണ്ണടുപ്പിലാണ് ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴൊക്കെ ഒത്തിരി സമയം എടുക്കുമായിരുന്നു. ഏയ് ഊർമിള, എവിടെയാണ്? ഞാൻ എത്ര നേരമായി ഭക്ഷണം ചോദിക്കുന്നു. എന്റെ റൊട്ടിയുടെ പാത്രം തരൂ, എനിക്ക് ജോലിക്ക് പോകേണ്ടതുണ്ട്. ഇന്നത്തെ കൂലിപ്പണി ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ വൈകുന്നേരത്തെ പച്ചക്കറി കൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ. എപ്പോ നോക്കിയാലും ഭക്ഷണം ആയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. എത്ര നാളായി ഞാൻ പറയുന്ന ഒരു ഗ്യാസ് എടുക്കാനായിട്ട്. ആര് കേൾക്കാനാ? എന്റെ ജീവിതം മുഴുവൻ ഇനി പുക കൊണ്ട് തീരാനായിരിക്കും വിധി. ഓ, എനിക്കറിയില്ല എന്റെ തലവരി ഇങ്ങനെയായിരിക്കുമെന്ന്. ഒരു ഗ്യാസ് കുറ്റി പോലും എടുക്കാനുള്ള കഴിവില്ലേ? മോളെ, അടുപ്പിലുണ്ടാക്കുന്ന ഭക്ഷണം വളരെ സ്വാദിഷ്ടമാണ്. അത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അമ്മ, ആരോഗ്യത്തിന്റെ കാര്യമൊക്കെ പണ്ട്, ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. ഇപ്പോ 20-ാം നൂറ്റാണ്ടാണ്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഗ്യാസ് സ്റ്റവ് വന്നു കഴിഞ്ഞു. എല്ലാവരും വാങ്ങി, നമ്മൾ മാത്രം വാങ്ങാത്തത്. സാമ്പത്തികമൊക്കെ ഒന്ന് ശരിയായിക്കോട്ടെ, എന്നിട്ട് നമുക്ക് വാങ്ങിക്കാം. ഇപ്പൊ എന്റെ കയ്യിൽ പണം കുറവാ, അത് നിനക്കറിയാലോ. എല്ലാം അറിഞ്ഞുകൊണ്ട് നീ എന്തെങ്ങനെ പറയുന്നേ? ഭർത്താവിന് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നീ എന്നും എപ്പോഴും ഇങ്ങനെയാ പറയുന്നത്. ഗ്യാസ് സ്റ്റവ് വാങ്ങ്, ഗ്യാസ് സ്റ്റവ് വാങ്ങുന്നു. പൈസ ഉണ്ടെങ്കിൽ വാങ്ങുന്നതിനെന്താ മോളെ? ഇപ്പൊ മണ്ണെടുപ്പില് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഊർമിള വളരെ വിഷമിക്കാൻ തുടങ്ങി. അവളുടെ ബുദ്ധിമുട്ട് ഭർത്താവും മനസ്സിലാക്കുന്നില്ല, അമ്മായിമ്മയും മനസ്സിലാക്കുന്നില്ല. പാവം, എത്ര നാളായി അവൾ പറയുന്നു ഗ്യാസ് സ്റ്റവ് വാങ്ങ്, മണ്ണെടുപ്പില് ഭക്ഷണം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ അവർ രണ്ടുപേരും അവൾ പറയുന്നത് കേൾക്കുന്നില്ല. ഊർമിളയുടെ പഴയൊരു സുഹൃത്ത് ആ ഗ്രാമത്തിലുണ്ടായിരുന്നു. ഊർമിള തന്റെ കൂട്ടുകാരിയെ കാണാൻ അവളുടെ വീട്ടിൽ പോകുമായിരുന്നു. വരൂ ഊർമിള, ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. നീ ഇവിടെ ഇരിക്കെ, ഞാൻ നിനക്ക് പെട്ടെന്ന് ചായ ഉണ്ടാക്കി കൊണ്ടുവരാം. നീ ഗ്യാസ് സ്റ്റവ് വാങ്ങിയോ? ആ, ഞാനെടുത്ത് 3 വർഷമായി. നിനക്കറിയോ എത്ര നല്ലതാണ് ഗ്യാസ് സ്റ്റവ് എന്ന്? പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാം. നീ എത്ര നാളിങ്ങനെ മണ്ണടുപ്പിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും? നീ പെട്ടെന്ന് തന്നെ ഗ്യാസ് സ്റ്റവ് വാങ്ങിച്ചേ പറ്റൂ. നീ എപ്പം മുതൽ പറയുന്നു വാങ്ങാനായി? അതിന് ഈ വീട്ടിൽ ആരെങ്കിലും എന്നെ കേക്കണ്ടേ? നീ കറക്റ്റാണ്, നീ ഭർത്താവിനോട് പറഞ്ഞത് വാങ്ങിച്ചില്ലേ? ഞാൻ ഗ്യാസ് സ്റ്റവ് വാങ്ങിക്കാനായിട്ട് എന്റെ തലവര അങ്ങനെയല്ലല്ലോ. ശരി, ഞാൻ പോവുക. നീ ഒരു ദിവസം ഇറങ്ങ്. എനിക്ക് വരണമെന്നുണ്ട്, പക്ഷെ നീ ഉണ്ടാക്കുന്ന ചായയിൽ മണ്ണെണ്ണയുടെ മണമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്റെ വീട്ടിൽ വന്ന് ചായ കുടിക്കാത്തെ. നീ പെട്ടെന്ന് ഗ്യാസ് സ്റ്റവ് വാങ്ങിക്കുക, എന്നിട്ട് അതിലുണ്ടാക്കുന്ന ചായ ഞാൻ കുടിക്കാം. നിന്റെ വായിൽ ശർക്കരയും പാലും. നീ പറഞ്ഞ പോലെ നടക്കട്ടെ. ശരി, ഞാൻ ഇറങ്ങുക. ഊർമിള തിരിച്ച് തന്റെ വീട്ടിലേക്ക് പോവാൻ തുടങ്ങി. വരുന്ന വഴിയിൽ അവക്ക് പരിചയമുള്ള സേട്ടു വണ്ടിയെ കണ്ടു. ഇനി ഞാൻ തന്നെ ഒരു വഴി കണ്ടുപിടിക്കണം. ഗുഡിയയുടെ അച്ഛൻ ഇത്രയും വലിയുള്ള ഗ്യാസ് സ്റ്റവ് ഒന്നും എനിക്ക് വാങ്ങിച്ചു തരില്ല. അതിന് ഞാൻ തന്നെ ഇനി പൈസ ഉണ്ടാക്കിയേ പറ്റൂ. അരെ ഊർമിള, റൊട്ടി ഉണ്ടാക്കാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഞാനേ 2000 രൂപ വീതം മാസം കൊടുക്കാം. 2000 രൂപയോ? അയ്യോ, എന്നാ ഞാൻ അവളുടെ വീട്ടിൽ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ എനിക്കും പൈസ ഉണ്ടാക്കാം. എന്തുപറ്റിയോ ഒന്നും മിണ്ടാത്തേ? സേട്ടുവാൻറ്റി, ഞാനിപ്പോ പണിയൊന്നും ഇല്ലാതിരിക്കുകയാണ്. വീട്ടുജോലിയെല്ലാം പെട്ടെന്ന് തീരും. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ തന്നെ വീട്ടിൽ വന്ന് റൊട്ടി ഉണ്ടാക്കി തരാം. ഓ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ വന്നോളൂ. പക്ഷെ നീ രാവിലെ 9 മണിക്ക് വരണം. സേട്ടുവിന് രാവിലെ 9 മണിക്ക് കടയിൽ പോകണം. റൊട്ടിയും കറിയും കൊടുത്തു വിടണം. 9 മണിക്ക് വരില്ലേ നീ? ഹാ സേട്ടുവാൻറ്റി, ഞാൻ വരാം. ഊർമിളയ്ക്ക് ഒരു ജോലി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ടായി. അവൾ ഇനി ഭക്ഷണം ഉണ്ടാക്കാനുള്ള സമയം കണ്ടെത്തി അവൾക്ക് കുറച്ച് പൈസയും കിട്ടും. അങ്ങനെ ഗ്യാസ് സ്റ്റവും വാങ്ങാൻ പറ്റും. വീട്ടിൽ ചെന്ന് അവൾ ഈ കാര്യം അമ്മായിമ്മയോടും ഭർത്താവിനോടും പറയുന്നു. നീ രാവിലെ റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി സേഠ്ജിയുടെ വീട്ടിൽ പോവും. അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ കാര്യങ്ങൾ ആരൊക്കെ ചെയ്യും? രാവിലെ 9 മണി കഴിയുമ്പോൾ ഭർത്താവിന് ജോലിക്ക് പോകണം, പിന്നെ കുട്ടീനെ നോക്കണം. ഈ പ്രായത്തിൽ എനിക്ക് കുട്ടീനെ നോക്കാനോ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനോ പറ്റില്ല. അമ്മ, നിങ്ങൾ വിഷമിക്കണ്ട, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടേ ഞാൻ പോവുള്ളൂ. ഞാൻ കുറച്ച് നേരത്തെ എണീറ്റോളാം. എനിക്ക് പൈസ വേണം. നീ ജോലി ചെയ്യുന്നതിനൊപ്പം നിന്റെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കണം. ഒരുപാട് ജോലിയെടുത്ത് വല്ല അസുഖം വരുത്തി വെച്ചാ മരുന്നിന് വേണ്ടി ചെലവാക്കാൻ എന്റെ കയ്യിൽ ചില്ലി കാശില്ല. ഊർമിള ഒന്നും പറഞ്ഞില്ല. അവൾ മിണ്ടാതെ ഇരുന്നു. അവൾ പിറ്റേ ദിവസം രാവിലെ 4 മണിക്ക് എണീറ്റ് വീട്ടിലെ ജോലികളെല്ലാം തീർക്കാൻ തുടങ്ങി. വീട് വൃത്തിയാക്കുന്നത്, വെള്ളം നിറയ്ക്കുന്നത്, ഭക്ഷണം ഉണ്ടാക്കുന്നത്, അങ്ങനെയെല്ലാം പണിയും ചെയ്ത് അവൾ 9 മണിക്ക് സേഠ്ജിയുടെ വീട്ടിൽ ജോലിക്ക് പോവാൻ തുടങ്ങി. സേഠ്ജിയുടെ വീട്ടിൽ അവൾ രാവിലെ 9 മണിക്ക് വന്ന് ഭക്ഷണം ഉണ്ടാക്കി വീട്ടിലെ ജോലിയെല്ലാം ചെയ്ത് അവൾ തിരിച്ച് വീട്ടിലേക്ക് പോവാൻ തുടങ്ങി. അവൾക്ക് അവളുടെ വീട്ടിൽ ഗ്യാസ് സ്റ്റവ് വാങ്ങണം, അത് മാത്രമായിരുന്നു. അതിനുവേണ്ടിയാണ് അവൾ ഇത്രയും കഷ്ടപ്പെട്ടിരുന്നത്. അങ്ങനെ മാസാവസാനം കഴിഞ്ഞപ്പോൾ സേഠ്ജി അവക്ക് 2000 രൂപ കയ്യിൽ കൊടുത്തു. ഊർമിള വളരെ സന്തോഷവതിയായിരുന്നു. അങ്ങനെ അവക്ക് 2000 രൂപ കിട്ടി. അങ്ങനെ 2-3 മാസം കഴിയുമ്പോൾ എനിക്ക് ഗ്യാസ് സ്റ്റവ് വാങ്ങിക്കാമല്ലോ. അങ്ങനെ ആലോചിച്ച് അവൾ വീട്ടിലേക്ക് വന്നപ്പോൾ അവളുടെ അമ്മായിയമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുന്നത് കണ്ടു. എന്തു പറ്റി അമ്മയ്ക്ക്? എന്താ സംഭവിച്ചെന്ന് അറിയില്ല. വേഗം ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോ. ഞാനും വരാം. ഒന്നും പേടിക്കേണ്ട, അമ്മയ്ക്കൊന്നും വരില്ല.
മോഹനും ഊർമിളയും അമ്മയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. മഞ്ഞുകാലൊക്കെ ആരംഭിച്ചിരിക്കല്ലേ, ഈ പനി അതിന്റെയാ. കുറച്ച് ദിവസത്തിനുള്ളിൽ ശരിയാവും. ഞാൻ കുറച്ച് മരുന്ന് കുറിച്ചു തരാം. പിന്നെ ജലദോഷത്തിനും ചുമയ്ക്കും വേണ്ടിയിട്ട് ഞാനൊരു ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഡോക്ടർ, പണം എത്രയായി? മരുന്നെല്ലാം പുറത്തുനിന്നാണ് എഴുതിയത്. പിന്നെ എന്റെ ഫീസുമൊക്കെ ആയിട്ട് 800 രൂപയോളം ആയിട്ടുണ്ട്. 800 രൂപയോ? മോഹൻ തന്റെ പോക്കറ്റിൽ കൈയിട്ട് നോക്കും. പക്ഷെ അതിൽ 300 രൂപയേ ഉള്ളൂ. ഇനി എന്തു ചെയ്യും? എന്റെ കയ്യിൽ വേണ്ടത്ര പണമില്ലല്ലോ. ഇനി ഡോക്ടർ സാറിന് എങ്ങനെ ഫീസ് കൊടുക്കും? ഇനി എങ്ങനെ മരുന്ന് വാങ്ങും? വിഷമിക്കണ്ട, എനിക്ക് ഇന്നാണ് സാലറി വന്നത്. ഇതാ 2000 രൂപയുണ്ട്. അമ്മയുടെ ചികിത്സയും ബാക്കി കാര്യങ്ങളും നടക്കട്ടെ. പക്ഷേ ഊർമിള, ഈ പണം നീ ഗ്യാസ് മേടിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചാണെന്ന് നീയല്ലേ എന്നോട് പറഞ്ഞത്? നോക്കൂ, അമ്മയുടെ ആരോഗ്യമാണ് ഏറ്റവും വലുത്. ഗ്യാസ് സ്റ്റവിന് എന്താ, അത് ഞാൻ പിന്നെ ആയാലും വാങ്ങിച്ചോളാം. പക്ഷെ ആദ്യം അമ്മയുടെ ആരോഗ്യം ശരിയാവണം. അമ്മയ്ക്ക് നല്ല പോഷകാഹാരങ്ങളും വാങ്ങിക്കണം. പിന്നെ കുറച്ച് അരിയും പച്ചക്കറിയും. ഞാൻ അവർക്ക് വേണ്ടി നല്ല ഭക്ഷണം ഉണ്ടാക്കാം. മരുമകളുടെ ഈ സംസാരം കേട്ട് സരളയ്ക്ക് കണ്ണുനീർ വന്നു. അവൾ എത്ര ഭാഗ്യവതിയാണ് ഊർമിളയെപ്പോലുള്ള നല്ലൊരു മരുമകളെ കിട്ടാൻ വേണ്ടി. കുറച്ചുനാൾ കഴിഞ്ഞ് സരളയുടെ ആരോഗ്യം പഴയ പോലെയായി. അങ്ങനെ സരളയുടെ സ്വഭാവവും മാറി. മോളെ, റോട്ടിയും കറിയും ഞാനുണ്ടാക്കിക്കോളാം. നീ കൈയും കാലും കഴുകി എന്തെങ്കിലും കഴിക്കേ. എന്നിട്ട് നീ ജോലിക്ക് പൊക്കോ. ഞാൻ എല്ലാം നോക്കിക്കോളാം. കുട്ടീനെ കുറിച്ചോ വീട്ടുകാര്യത്തെക്കുറിച്ചോ ചിന്തിക്കണ്ട. നീയും വളരെ ക്ഷീണിക്കുന്നുണ്ട്. ഇവിടെയും പുറത്തും എല്ലാ കാര്യങ്ങളും നീ ചെയ്യണം. അപ്പൊ ഞാൻ എന്തിനാ ഉള്ളത്? ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. വീട്ടിലെ കാര്യങ്ങളെല്ലാം ശരിക്കും നടക്കും. കുറച്ച് ശരീരം അനങ്ങിക്കഴിഞ്ഞാലേ ആരോഗ്യവും നന്നാവും. ചെല്ല്, നീ നിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അപ്പോഴേക്കും ഞാൻ നിനക്ക് കഴിക്കാനുള്ളത് ഉണ്ടാക്കാം. ശരി അമ്മേ. അമ്മ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ വളരെ നല്ലവളാണ്. ഞാൻ എന്ത് മോളെ, നീയാണ് വളരെ നല്ലവൾ. നിനക്ക് ഈ വീടിനെക്കുറിച്ച് വളരെ ചിന്തയുണ്ട്. അതുകൊണ്ട് ഇത്രയും നല്ല മരുമകളെ നോക്കേണ്ടത് എന്റെ കടമയല്ലേ? ശരി മോളെ. കുടുംബത്തിലെ ഈ സന്തോഷം അവൾക്ക് ഒത്തിരി ഊർജം നൽകി. അങ്ങനെ അടുത്ത 2-3 മാസത്തെ അധ്വാനം കൊണ്ട് അങ്ങനെ ആ പൈസയെല്ലാം ചേർത്ത് വെച്ച് അവൾ ഗ്യാസ് സ്റ്റവ് വാങ്ങിച്ചു. മോളെ, നീ ഗ്യാസ് സ്റ്റവ് വാങ്ങിയിട്ട് വളരെ നല്ലതാ ചെയ്തത്. അതുകൊണ്ട് പെട്ടെന്ന് റൊട്ടിയും കറിയെല്ലാം ഉണ്ടാക്കാൻ പറ്റും. ഗ്യാസ് സ്റ്റവ് കൊണ്ട് വളരെ നല്ല ഉപയോഗം തന്നെയുണ്ട്. ദേ, അമ്മ ഇപ്പോൾ എനിക്ക് വേണ്ടിയും റൊട്ടി ഉണ്ടാക്കിത്തരാൻ പോകുന്നു. എന്തൊക്കെയായാലും ഗ്യാസ് കിട്ടിയതിൽ സന്തോഷമുണ്ട്. ഇതെല്ലാം നിങ്ങളുടെയും ഭഗവാന്റെയും കൃപ കൊണ്ടാണ് ഉണ്ടായത്. നോക്കൂ, ഇനി ഞാൻ രണ്ടുപേരോടൊരു കാര്യം ചോദിക്കട്ടെ. ഇനി അങ്ങോട്ട് ഞാൻ അവിടെ ജോലിക്ക് തന്നെ പൊക്കോട്ടെ? നീ സന്തോഷവതിയാണെങ്കിൽ പിന്നെ എനിക്കൊരു പ്രശ്നവുമില്ല. ആ മോളെ, പൊക്കോളൂ. സ്വന്തം കാലിൽ നിൽക്കുക ഒരു തെറ്റല്ല. ഞാൻ കേട്ടിട്ടുണ്ട്, നഗരങ്ങളിലൊക്കെ ആണും പെണ്ണും ഒരുമിച്ച് ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെ ഗ്രാമം എന്തിനു പുറകിൽ പോകണം? നീ പുറത്ത് ജോലി ചെയ്യുമ്പോ ഞാൻ ഇവിടത്തെ ജോലി ചെയ്യും. അങ്ങനെയാണ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇനി കുട്ടികളെ സ്കൂളിൽ ചേർക്കണം, പഠിപ്പിക്കണം, ഭക്ഷണം കൊടുക്കണം. അങ്ങനെ ഒത്തിരി കടമകളുണ്ട്. ഇപ്പൊ വീട്ടിൽ ഗ്യാസ് സ്റ്റവും വന്നു. അതുകൊണ്ട് ഇപ്പൊ ചോറും കറിയും ഒക്കെ വെക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഇനി അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. നീ സേഠ്ജിയുടെ വീട്ടിലെ അടുക്കള നോക്കിയാ മതി. നിങ്ങൾ വളരെ നന്നായി സംസാരിക്കുന്നു. അമ്മായിയമ്മയുടെ സംസാരം കേട്ട് വളരെ ചിരിച്ച് അമ്മായിയമ്മയെ അവർ കെട്ടിപ്പിടിക്കുന്നു. വിറകടുപ്പിലുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി അത് വേറെ ഒന്ന് തന്നെയാണ്. ഇപ്പോഴൊക്കെ പാചകം ഗ്യാസിലല്ലേ. വിറകടുപ്പ് ആരാ ഇപ്പൊ ഉപയോഗിക്കുന്നത് തന്നെ? ബുദ്ധിമുട്ടുള്ളവർക്ക് അത് ഉപയോഗിച്ചല്ലേ പറ്റൂ. അങ്ങനെ ഒരു കഥയാണ് ശീതളിന്റെ. ശീതൾ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്നായിരുന്നു. അവളുടെ അച്ഛന്റെ അമ്മയിൽ അധികം പൈസയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അവരെപ്പോഴും ആഗ്രഹിക്കും, നമ്മുടെ ജീവിതം അവസാനിക്കാറായില്ലേ, പക്ഷെ നമ്മളുടെ മകൾ ശീതളിന് നല്ലൊരു ജീവിതം കിട്ടണം. പട്ടണത്തിലുള്ള ഒരു ധനികനെ കൊണ്ട് വേണം അവളെ വിവാഹം കഴിപ്പിക്കാൻ. അങ്ങനെ അവൾ ജീവിതകാലം മുഴുവൻ സുഖമായി ജീവിക്കണം. അങ്ങനെയൊന്നും എല്ലാവർക്കും പണക്കാരന്റെ രീതിയിലുള്ള ജീവിതമൊന്നും ജീവിക്കാൻ പറ്റില്ല. ശീതൾ അതിലൊരാളാണ്. അങ്ങനെ ഒരുപാട് ശ്രമത്തിനു ശേഷം ശീതളുടെ കല്യാണവും നല്ല രീതിയിൽ നടന്നു. അവളുടെ ഭർത്താവിന്റെ പേര് പ്രഫുൽ. അവർക്ക് നല്ല ഫാമിലി ബിസിനസ് ഉണ്ടായിരുന്നു. പ്രഫുലും ചേട്ടൻ മഹീന്ദ്രനും കൂടെ ചേർന്നാണ് ഫാമിലി ബിസിനസ് നടത്തിയിരുന്നത്. അവരുടെ അമ്മ ജാനകിക്ക് മൂക്കത്തായിരുന്നു ദേഷ്യം. ആദ്യത്തെ ദിവസം തന്നെ ജാനകി ദേവി ശീതളിനോട്, നോക്കു മരുമോളെ, എനിക്കറിയാം നീ പാവപ്പെട്ട വീട്ടിൽ നിന്നാണെന്ന്. എനിക്കറിയില്ല നിന്റെ വീട്ടിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്. പക്ഷെ എന്തായാലും ഇവിടെ ഉച്ചയ്ക്കും രാത്രിയും 10 വിഭവങ്ങൾ ഉണ്ടാവണം കഴിക്കാനായിട്ട്. ശരിയമ്മ. നീ വേണം ഇനി ആഹാരമൊക്കെ ഉണ്ടാക്കാലോ അല്ലേ? ശരിയമ്മ. ശീതൾ അടുക്കളയിലോട്ട് പോയി. അവിടെ അവളുടെ ചേട്ടത്തി കോകില ഉണ്ടായിരുന്നു. ചേച്ചി, നമ്മൾ എന്തൊക്കെയാണോ ഉണ്ടാക്കേണ്ടത്?
എടി പൊട്ടി, നമ്മളല്ല, നീയാണ്. ഇന്നാ ലിസ്റ്റ് പിടിച്ച് തുടങ്ങിക്കോ അങ്ങ്. ഞാൻ ഒരുപാട് ആഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ചുമതല മുഴുവൻ നിന്റെ തലയിലാണ്. ശീതലിനെ എല്ലാം ഏൽപ്പിച്ച് കോകില വിശ്രമിക്കാനായിട്ട് മുറിയിലോട്ട് പോയി. ശീതൽ വിറകടുപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇവിടെ വന്നപ്പോ ദാണ്ട കിടക്കണു ഗ്യാസ്. ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അവൾക്ക് അതിനകത്തുണ്ടാക്കാനും എളുപ്പമായി. കുറച്ചു മണിക്കൂറിന് ശേഷം ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി ടേബിളിൽ വെച്ചു. ജാനകിക്ക് ഒരുപാട് സന്തോഷമായി. ഇത് കൊള്ളാലോ മരുമോളെ, കുറച്ചു സമയം കൊണ്ട് ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കിയോ? മൂത്ത മരുമകളാണെങ്കിൽ ഒരുപാട് സമയമെടുക്കുമായിരുന്നു ആഹാരം ഉണ്ടാക്കാൻ. ആഹാരം നല്ല സ്വാദിഷ്ടവുമായിരുന്നു. ജാനകിയും പ്രഫുല്ലും അവളുടെ ആഹാരത്തിനെ പ്രശംസിച്ചു. അതെ ശീതൽ, കൊള്ളാം. നല്ല കൈപ്പുണ്യമുണ്ട് നിനക്ക്. ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് നിന്നെ ഞാൻ മരുമകളായിട്ട് ഇവിടെ കൊണ്ടുവന്നതിൽ ഒരു തെറ്റുമില്ല എന്ന്. ശീതളിന് തോന്നിയത് ഇനി അവളുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമായിരിക്കുമെന്ന്. പക്ഷെ അവൾക്കറിയില്ലായിരുന്നു, ചേട്ടത്തിക്ക് ജാനകിയുടെ വായിൽ നിന്നും നല്ലത് കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. ഈ കിളവി ഭയങ്കരമായിട്ട് പ്രശംസിക്കുന്നു. ഒന്ന് ചത്തിരുന്നെങ്കിൽ ഈ സാധനം, എന്നാ ഇവളെ ഒരു പാഠം പഠിപ്പിക്കാമായിരുന്നു. കോക്കിലയും മഹേന്ദ്രനും കൂടെ ചേർന്ന് ഒരു പ്ലാൻ ഓൾറെഡി സെറ്റാക്കിയിരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോ പെട്ടെന്ന് ജാനകിയുടെ അവസ്ഥ വളരെ മോശമായി പോയി. അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടിയും വന്നു. പക്ഷെ ഒരു ഗുണവും ഉണ്ടായില്ല. ജാനകി മരണപ്പെട്ടു. മഹേന്ദ്രയും കോകിലയും ഈ ഒരു അവസരത്തിനാണ് കാത്തിരുന്നത്. അവര് രണ്ടുപേരും പ്രോപ്പർട്ടിയും ബിസിനസിനെയും എടുക്കാൻ ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ് റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു. ജാനകിയുടെ അന്തിമ സംസ്കാരത്തിന് കുറച്ചു നിമിഷം കഴിഞ്ഞപ്പോ മഹേന്ദ്രൻ പറഞ്ഞു, പ്രഫുൽ, അമ്മയെല്ലാം എനിക്കാ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ ബിസിനസ്സും വീടും എല്ലാം. ഇത് കേട്ടപ്പോ പ്രഫുൽ ഞെട്ടിപ്പോയി. ചേട്ടൻ എന്താ ഈ പറയുന്നേ? അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇത് നുണയാ. ശരി, കള്ളമാണ്. അങ്ങനെയെങ്കിൽ ഇതെന്താ? മഹേന്ദ്രൻ കള്ള പേപ്പർ അവനെ കാണിച്ചു. പ്രഫുൽ പറഞ്ഞു, ഇത് കള്ളമാണ്. ചേട്ടൻ കള്ളം പറയുക. ശരി, കള്ളമാണ്. നീ കോടതി കേസ് കൊടുത്തിട്ടെല്ലാം തിരിച്ചു പിടിച്ചോ. ഇപ്പൊ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ. മഹേന്ദ്രനും കോകിലയും ശീതലിനെയും പ്രഫുലിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കി. പ്രഫുലിനൊന്നും മനസ്സിലാവുന്നില്ല ശരിക്കും അവന്റെ അടുത്ത് എന്താ സംഭവിച്ചെന്ന്. ശീതൽ, എന്താ ഇത്? നമ്മൾ തെരുവിലായല്ലോ. എന്തു ചെയ്യും? കേസ് നടത്താനായിട്ട് പൈസ വേണം. പക്ഷെ ബാങ്ക് അക്കൗണ്ട് പോലും ചേട്ടന്റെ പേരില. നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട, എല്ലാം ശരിയാകുന്നേ. എങ്ങനെ ശരിയാകുമെന്നാ? ഒന്നും ശരിയാകില്ല. നമ്മൾ എന്ത് കഴിക്കും? എവിടെ താമസിക്കും? പ്രഫുൽ ശരിക്കും തകർന്നുപോയി. പാവപ്പെട്ടവരെ പോലെ ജീവിക്കാൻ അറിയില്ല. പക്ഷെ ശീതലിനാണെ പണ്ടുതൊട്ടേ അങ്ങനെയല്ലേ ജീവിച്ചു വളർന്നത്. അവൾ പ്രഫുലിനെയും കൊണ്ട് നഗരത്തിലെ ഒരു ചെറിയൊരു കുടില് താമസിക്കാൻ തുടങ്ങി. ശീതൽ, നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? ഞാൻ മരിക്കേണ്ടി വന്നേനെ. അങ്ങനെയൊന്നും പറയല്ലേന്നേ. മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം. ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പരിപ്പോ ധാന്യമോ ഒന്നുമില്ല. പിന്നെങ്ങനെ ഉണ്ടാക്കും? പണക്കാരെ പോലെ പാവപ്പെട്ടവരെ പിശുക്കന്മാരൊന്നും അല്ല. അവരിൽ നിന്ന് നമുക്ക് കിട്ടും. വിറകടുപ്പ് ഉപയോഗിക്കാൻ എനിക്ക് നന്നായി അറിയാം. നിങ്ങളിരിക്ക്, ഞാനെല്ലാം ശരിയാക്കാം. പക്ഷെ പാചകം എങ്ങനെ ചെയ്യും? ഇവിടെ ഗ്യാസ് സിലിണ്ടർ ഇല്ലല്ലോ. ശീതൽ വിറകടുപ്പ് സെറ്റാക്കി. വിറകടുപ്പിൽ ചോറ്, ദാല് എല്ലാം അവൾ ഉണ്ടാക്കുകയും ചെയ്തു. കൊള്ളാം, നല്ല മണം വരുന്നുണ്ട്. പ്രഫുൽ ആദ്യത്തെ വായിൽ വെച്ചപ്പോ തന്നെ അവൻ ഞെട്ടിപ്പോയി. ഓ, പരിപ്പ് കറിക്ക് ഇത്ര രുചി ഉണ്ടായിരുന്നോ? ഇങ്ങനെ ഞാൻ കഴിച്ചിട്ടില്ല. ആഹാ, ഇതിന് നല്ല രുചിയുണ്ടല്ലോ. അത് കാരണം വീണ്ടും കഴിക്കാൻ തോന്നുന്നുണ്ട്. പ്രഫുൽ വയറ് നിറച്ച് ചോറും ദാലും ഒക്കെ കഴിച്ച് നേരെ ജോലി തപ്പാനായിട്ട് ഇറങ്ങി. കുറച്ചുനാള് കൂലി വേല ചെയ്ത് അവൻ കുറച്ച് പൈസയൊക്കെ സെറ്റാക്കി. എന്നിട്ടൊരു വക്കീലിനെ വിളിപ്പിച്ചു. ആ വക്കീൽ പ്രഫുലിന്റെ കുടിലിൽ വന്ന് കേസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ വക്കീലിന്റെ ഫീസ് കേട്ട് പ്രഫുൽ പറഞ്ഞു, വക്കീൽ സാറേ, എനിക്ക് ഇത്രയും കാശ് തരാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ജയിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാ. ശരി, ജോലിക്കാര്യങ്ങൾ സംസാരിക്കാലോ. എന്തായാലും വക്കീൽ സാറേ, വന്ന് ഭക്ഷണം കഴിക്കൂ. ശീതൽ വക്കീൽ സാറിനെ വിറകടപ്പിലുള്ള ആഹാരം കഴിപ്പിക്കുകയും ചെയ്തു. ആഹാരം കഴിച്ച് വക്കീലിന് ഒരുപാട് സന്തോഷമായി. കേസ് സൗജന്യമായി വാദിക്കാമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, കൊള്ളാമല്ലോ. ഇത്ര രുചിയുള്ള ഭക്ഷണം തന്നാ ഞാൻ എങ്ങനെ കേസ് നടത്തായിരിക്കും? പെങ്ങളെ, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? നിങ്ങള് കോടതിയുടെ പുറത്തൊരു ഹോട്ടൽ തുടങ്ങ. അവിടെ ഇത്രയും നല്ല ഫുഡ് കിട്ടില്ല. വരൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം. വക്കീൽ സാറ് കോർട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ ഹോട്ടൽ തുടങ്ങാൻ പെർമിഷൻ എടുത്തു. അവിടെ വിറകടുപ്പ് വെച്ചിട്ട് ശീതൽ അവിടെ ആഹാരം ഉണ്ടാക്കാൻ തുടങ്ങി. ആഹാരത്തിന്റെ മണം വന്ന് അടുത്തുള്ള എല്ലാവരും കഴിക്കാനായിട്ട് അവർ വന്നു. വിറകടുപ്പിലുണ്ടാക്കിയ ആഹാരങ്ങൾ കഴിച്ച് ആൾക്കാരെല്ലാം ഭ്രാന്തരായി. അങ്ങനെ ശീതളുടെ ഹോട്ടൽ അടിപൊളിയായി നടന്നു. കുറച്ചു മാസങ്ങൾ കൊണ്ട് അവര് കുറെ പൈസ ഉണ്ടാക്കി. എന്നിട്ട് ഹോട്ടൽ വലുതാക്കുകയും ചെയ്തു. ആ പൈസ കൊണ്ട് പ്രഫുൽ ചേട്ടനെതിരെ കേസും കൊടുക്കുകയും ചെയ്തു.
മഹിന്ദ്രയും കോക്കിലെയും കേസ് തോറ്റുപോയി. അവർക്ക് ജയിലിൽ പോവേണ്ടി വന്നു. പ്രഫുലിന് എല്ലാം തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ ബിസിനസ് നന്നായി നോക്കാൻ തുടങ്ങി. ശീതൽ വിറകടുപ്പുള്ള ഹോട്ടൽ നന്നായി നോക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ തന്നെ ജീവിച്ചു. Thanks for watching.